വ്യത്യസ്തങ്ങളായ പക്ഷികളെയും മറ്റു മൃഗങ്ങളെയും ഒക്കെ കാണണമെങ്കിൽ അത് ഒട്ടക പക്ഷി മുതൽ ചെറിയ പക്ഷികൾ വരെയുണ്ട്. ഇപ്പോൾ എൻ്റെ മേത്ത് ഗ്രീൻ ഇഗ്വാനയുണ്ട്, ഇവിടെ റെഡ് ഇഗ്വാനയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പക്ഷിമൃഗാദികളെ കാണുവാനായി ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ അതിമനോഹരമായ ഒരു പെറ്റ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. എക്സോട്ടിക് പെറ്റ് ഷോ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പേരിൽ 2 യുവ സംരംഭകരാണ് ഈ പ്രദർശനവുമായിട്ട് കൊച്ചിയിലേക്ക് എത്തിയിട്ടുള്ളത്. കൂടുതൽ വിശേഷങ്ങൾ ഇവരോട് തന്നെ ചോദിക്കാം. എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു പെറ്റ് ഷോയിലുള്ള പ്രത്യേകതകൾ? നമുക്ക് മെയിനായിട്ട് വന്നത് ബേർഡ്സാണ്. ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്, മക്കാവു. ഇതിപ്പോൾ ലോറിക്കീറ്റാണിത്. ലോറിക്കീറ്റ് തന്നെ റെയിൻബോ ലോറിക്കീറ്റ് ഉണ്ട്, വേറൊരു ലോറിക്കീറ്റ് ഉണ്ട്. പിന്നെ ഫിഞ്ചസ്, കൊണോർസ്, പല വെറൈറ്റി ഓഫ് ചിക്കൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഏറ്റവും വലിയ വെറൈറ്റി മുതൽ ഏറ്റവും ചെറിയ വെറൈറ്റി ഓഫ് ഹെൻസ് വരെയുണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ വന്നത് ഇഗ്വാനാസ്. റെപ്റ്റൈലിൽ നമുക്ക് ഇഗ്വാന വരുന്നുണ്ട്. പിന്നെ ആഫ്രിക്കൻ ബോൾ പൈത്തൺ, പിന്നെ നമുക്ക് ടെറാൻറ്റുല എന്ന് പറഞ്ഞൊരു സ്പൈഡർ ഉണ്ട്. അതിനെ നമുക്ക് ടൈം ചെയ്ത സ്പൈഡേഴ്സും നമ്മുടെ കയ്യിലുണ്ട്. ഇത് എത്ര തരം പക്ഷികൾ ഇവിടെ ഉണ്ടാവും? നമുക്കിപ്പോൾ ഒരു 25-30ഓളം വെറൈറ്റി ഓഫ് ബേർഡ്സ് ഉണ്ട്. ഒരു 5 വെറൈറ്റി ഓഫ് റെപ്റ്റൈൽസ് ഉണ്ട്. സ്പൈഡറൊക്കെ നമുക്ക് അധികമില്ല, കുറവാണ്. മെയിനായിട്ട് നമുക്ക് വന്നത് ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ്. പിന്നെ ഹെഡ്ജ് ഹോഗ് എന്ന് പറഞ്ഞാൽ മുള്ളംപന്നിയുടെ ഇനത്തിൽപ്പെട്ടൊരു ജീവിയുണ്ട്. മുള്ളംപന്നി പോലെ ഇരിക്കും, പക്ഷേ നമ്മുടെ ലോക്കൽ മുള്ളംപന്നിയല്ല, ഹെഡ്ജ് ഹോഗ്. അതും ഇമ്പോർട്ടഡ് ആണ്. പിന്നെ ഫെററ്റ് എന്ന് പറഞ്ഞ ജീവി ജിഞ്ചർ കളറിൽ ഫെററ്റിനെ ഇമ്പോർട്ട് ചെയ്ത് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു യുവാക്കൾ ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് ഇറങ്ങിയത് എന്തുകൊണ്ടാണ്? മെയിനായിട്ട് ഈ പെറ്റ്സിനോടുള്ളൊരു കമ്പം കൊണ്ട് തന്നെയാണ്. കൂടുതലും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ പെറ്റ്സിനടുത്തൊക്കെ കൂടുതൽ ഇടപഴകുമ്പോൾ നമുക്ക് കുറേ കൂടി എൻഗേജ് ആവും. വേറൊരു പ്രശ്നങ്ങളിലോട്ടോ ഒന്നിലോട്ടും പോകാനുള്ള ഇതുണ്ടാവില്ല. പിന്നെ ആ സഹജീവികളോടൊരു സ്നേഹം ഇത് മെയിനായിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഇതിൽ ഒരു വലിയൊരു സന്ദേശം നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. സന്ദേശം നമ്മുടെ ടാഗ് ലൈൻ തന്നെ സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു പെറ്റ്സ് എന്നുള്ളതാണ്. അതായത് വരും തലമുറ എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഡ്രഗ്സും മറ്റുള്ള ദുശീലങ്ങളിലോട്ടും പോകുന്നതിന് പകരം ഇതുപോലെ ഏതെങ്കിലും പെറ്റ്സിനെ വളർത്തുകയോ അല്ലെങ്കിൽ സഹജീവികളോട് കുറച്ചും കൂടി അടുത്ത് ഇടപഴകുമ്പോൾ നമുക്ക് കുറേയൊക്കെ ടെൻഡൻസികൾ മാറിക്കിട്ടും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ വലിയ ഒരു ഇതെല്ലാം നമ്മുടെ കയ്യിൽ കിടക്കണമെല്ലാം വളർത്താൻ പറ്റിയതാണ്. അതെല്ലാം ഇമ്പോർട്ടഡുമാണ്. നമുക്ക്
വലിയ വില നൽകേണ്ടി വരുന്ന പക്ഷിമൃഗാദികളാണോ? വലിയ വില നമുക്ക് ചിലതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. എക്സാമ്പിൾ നമ്മുടെ മക്കാവ് എന്ന് പറയുമ്പോൾ വലിയ പക്ഷിയുമാണ്, വലിയ വില കൊടുക്കേണ്ടി വരും. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമുക്ക് അഫോർഡബിളാണ് അത്യാവശ്യം. നമുക്ക് ചെറിയ ജീവി മുതൽ വലിയ ജീവികൾ വരെയുണ്ട്. അത് പലതിൻ്റെ വേരിയേഷൻ. ഇപ്പോൾ ചെറിയ തോതിലും നമുക്കിതിനെ വാങ്ങിച്ച് വളർത്താൻ പറ്റും. നമ്മുടെ ഈ പ്രദർശനത്തിൽ എടുത്തു പറയത്തക്ക എന്തെല്ലാം ജീവികളാണ് പ്രത്യേകിച്ച്? മെയിനായിട്ട് എടുത്തു പറയാനുള്ളത് ഒട്ടകപ്പക്ഷിയുണ്ട്, നമുക്ക് കഴുത, പിന്നെ ഒരു ഹോഴ്സ് ഉണ്ട്, പൊർക്കോഷത്തുണ്ട്. നമുക്കത് പോയി കാണാം. ഇപ്പോൾ അറിയാലോ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. അത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി. അതാണ് ഈ ഷോയുടെ മെയിൻ അട്രാക്ഷൻ. പിന്നെ എന്താ ഹോഴ്സ് ഉണ്ട്, ഡോങ്കി ഉണ്ട്. നമുക്കത് അവിടെ നിന്ന് കാണാം. ഇതിൽ എന്ന് വരെയാണ് നമ്മളുടെ ഈ പ്രദർശനം നടക്കുന്നത്? നമ്മളിപ്പോൾ ജൂൺ 9 വരെയാണ്. ഇപ്പോൾ നെക്സ്റ്റ് സൺഡേ വരെയാണ് ഈ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അല്ല, 9 തീയതി, ജൂൺ 9. കൊച്ചു പക്ഷി മുതൽ ഏറ്റവും വലിയ പക്ഷി ഒട്ടക പക്ഷി വരെ അതിമനോഹരമായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടാണ് ഈ എക്സോട്ടിക് പെറ്റ് ഷോ ഇവിടെ നടക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് രാവിലെ 11 മണി മുതൽ രാത്രി 9:30 മണി വരെ കാണുവാനായിട്ട് എല്ലാവർക്കും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളുമായിട്ട് വരാം. ഈ മാസം 9 തീയതി വരെ ഈ പ്രദർശനം കാണുവാനായിട്ട് എല്ലാവരെയും സംഘാടകർ ക്ഷണിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിഡ്ജൻ റബല്ല.